നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? നീ വിളിച്ചിട്ട് എടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ. ഇനി വിളിച്ചാ എടുക്കില്ല എന്ന് വെച്ച് അതിന്റെ കാരണം അന്വേഷിച്ച് ഇതുപോലെ എന്റെ പിന്നാലെ ഇങ്ങോട്ട് വരണ്ട. കണാ, നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയണം. അല്ലാതെ അമ്മയാവാൻ പോകുന്ന നിന്റെ ഭാര്യയെ വെറുതെ വിഷമിപ്പിക്കരുത്. നീ ഉൾപ്പെടെ എല്ലാവരും ചതിയും വഞ്ചനയുമായി നടക്കുന്നവരാടാ. നിനക്കൊന്നും മനസാക്ഷിയില്ല. എടാ, നിന്നോട് തർക്കിക്കാനല്ല, നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനാ വന്നത്. നീ ഇപ്പൊ അങ്ങോട്ട് വന്നില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ട് പോവും. പൊയ്ക്കോട്ടെ, എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല. ഇപ്പൊ നീ ഇവിടുന്ന് ഇറങ്ങണം, ഈ നിമിഷം. കണ, എന്താ നീ ഇങ്ങനെ? ഇനി ഞാൻ ഇങ്ങനെ തന്നെയാ. അയാളോട് പറയണം ഇനി എന്നെ വിളിക്കണ്ടെന്ന്. വിളിച്ചാൽ ഞാൻ എടുക്കില്ല എന്ന് പറയണം. എടാ കണ്ണ, നമുക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാടാ. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത പ്രശ്നങ്ങളാണെങ്കിലോ? നീ പോവാൻ നോക്ക്. എനിക്കിനി നിന്നെയും കാണണ്ട, നിന്റെ ഭാര്യയും കാണണ്ട, മഹാലക്ഷ്മി എന്ന എന്റെ ഭാര്യയും കാണണ്ട. അവസാനം മഹിയെ കണ്ടില്ലെന്ന് പറഞ്ഞ് മാറിയിരുന്ന് നീ കരയരുത്. കരയുന്നൊരു കണ്ണനുണ്ടായിരുന്നു. ഇനി പക്ഷേ എന്റെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീർ പോലും വരില്ല. ഇപ്പൊ ഞാൻ കരയുന്നത് മറ്റൊരു കാര്യം ഓർത്തിട്ടാ. നീ ഇപ്പൊ പോവാൻ നോക്ക്. എടാ, എന്റെ ക്ഷമയെ ചോദ്യം ചെയ്യാതെ ഇറങ്ങി പോടാ. കണ്ണാ, പോടാ. കണ്ണാ, ഞാൻ തിരിച്ചു എന്നിട്ട് മഹിയോട് എന്ത് പറയണമെന്ന് നീ പറ. ആരെയും കാണാൻ എനിക്ക് ഇഷ്ടമല്ലാന്ന്, എനിക്ക് അയാളോട് വെറുപ്പാണെന്ന് പറഞ്ഞേക്ക്. അങ്ങനെ പറഞ്ഞ അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാളാണോ നിന്റെ ഭാര്യ? ഞാൻ പലതും ഉൾക്കൊള്ളുന്നുണ്ട്. പിന്നെ അയാൾക്കെന്താ കുഴപ്പം? ഞാൻ ആരോടും നെറികേട് കാണിച്ചിട്ടില്ല. എല്ലാവരോടും സത്യസന്ധമായിട്ട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ, പെരുമാറിയിട്ടുള്ളൂ. എന്നെയാ എല്ലാരും കൂടി പറ്റിച്ചത്. നിന്നെ എങ്ങനെ പറ്റിച്ചെന്ന കണ്ണ നീ പറയുന്നത്? അതിനി വെളിപ്പെടുത്തി തരാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ ജീവിതം എന്നേക്കാൾ നന്നായി പഠിച്ചവനാ നീയെ. ഓർമ്മ വെച്ച നാള് മുതൽ എനിക്ക് ഒരു സുഹൃത്തേ ഉണ്ടായിട്ടുള്ളൂ, അത് നീയാ. സ്കൂളിൽ നമ്മള് കൈകോർത്താ നടന്നിട്ടുള്ളത്. ഞാൻ വീൽ ചെയറിലായ ശേഷം പലപ്പോഴും എന്നെ വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് നടന്നതും കയ്യില് വാരിയെടുത്തോണ്ട് നടന്നതൊക്കെ നീയാ. വീൽ ചെയറിന്റെ സഹായമില്ലാതെ സ്റ്റെപ്പ് കയറേണ്ട സ്ഥലങ്ങളിൽ നീ എന്നെ എടുത്തോണ്ട് കയറിയെന്നാ ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള നിന്നെ ഞാൻ ആട്ടി പായിക്കുന്നെങ്കിൽ നീ അതുപോലെ വലിയൊരു തെറ്റ് എന്നോട് ചെയ്തു കഴിഞ്ഞു. ഇനി നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഇത്രയും നേരം നീ സദ്യ കഴിച്ചിട്ട് മയങ്ങിയതുകൊണ്ട് നീ ഫോൺ എടുക്കുന്നില്ലെന്നൊക്കെയാ പറഞ്ഞത്. ഇനിയിപ്പോ അതും പറയാൻ പറ്റില്ല. ഒരു കള്ളം പറഞ്ഞാ 1000 കള്ളം പറയേണ്ടി വരും. അതുകൊണ്ട് നടന്നത് മാത്രം നീ അവിടെ പോയി പറഞ്ഞാ മതി. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യുന്ന കൂട്ടത്തിലല്ല മഹി. ഇനി അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്കത് ക്ഷമിക്കാവുന്നേ ഉള്ളൂ. നീ പോ, അനന്തു പോ. എടാ,